വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്സ് ആണ് കേട്ടോ. സ്നാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിലധികം സൂക്ഷിച്ചെടുത്ത് വയ്ക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, എൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മളൊരു കടായി വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നല്ല നെയ്യ് നിങ്ങൾക്ക് 2 സ്പൂണോ അതിലധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ അത് ചൂടായി കഴിഞ്ഞാൽ ഒരു പിടി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു പിടി കപ്പലണ്ടി ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണേ. നമുക്ക് ഒരു പിടി എന്നല്ല, അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതും വറുത്തെടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. കപ്പലണ്ടിയും റോസ്റ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മളതിലേക്ക് പൊട്ടുകടല ഒരു പിടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം ഇപ്പോൾ ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചേർക്കാം, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. പൊട്ടുകടലയും റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കതും മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നട്ട്സൊക്കെ നമ്മൾ വറുത്തെടുത്ത് വെച്ചു. ഇനി നമ്മൾ അതേ പാനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്രിസ്പ് ആവണ വരെ റോസ്റ്റ് ചെയ്ത് എടുക്കണം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് അവിലിൻ്റെ കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും റോസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമ്മളൊരു മിക്സിംഗ് ബൗൾ എടുക്കുക. ഒരു ബേസിനോ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് അവിലും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് പൊട്ടുകടല ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് ഒരു മാസം വരെ സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം. നമുക്കൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് ചായക്ക് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും കഴിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ സ്വീറ്റ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.